നമസ്കാരം. നിതീഷ് കുമാറിനെ NDA കൊണ്ടുപോയെങ്കിലും ഇന്ത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. UP-യിൽ SP-യുമായും ഡൽഹിയിലും ഗുജറാത്തിലും ആം ആദ്മി പാർട്ടിയുമായും മഹാരാഷ്ട്രയിൽ മഹാ വികാസ് അഘാഡിയുമായും സീറ്റ് വിഭജനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ബംഗാൾ മാത്രമാണ് ഇപ്പോഴും കീറാമുട്ടിയായുള്ളത്. മമതയുമായി സീറ്റ് ചർച്ച വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. ഇന്ത്യ മുന്നണി നിലവിൽ എത്ര ശക്തമാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ്, CPM വക്താവ് A. സമ്പത്ത്, BJP വക്താവ് പ്രിന്റു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് എന്നിവർ. ആദ്യം ഷമയിലേക്ക്. ഷമ, ഈ ബംഗാളിൽ മാത്രമാണ് ഇപ്പോഴും ഒരു സീറ്റ് വിഭജന ചർച്ച മുന്നോട്ട് പോകാത്തത്. പിന്നെയുള്ളത് മഹാരാഷ്ട്രയിലെ 5-8 സീറ്റുകളിൽ മാത്രമാണ്. ബംഗാളിൽ ഈ സീറ്റ് വിഭജന ചർച്ച വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടോ? എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഈ സീറ്റ് ചർച്ച എന്തായാലും മുന്നോട്ട് പോകും. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ BJP കുറേ ട്രൈ ചെയ്തു, ശ്രമിച്ചു ഈ മുന്നണീനെ തകർക്കാൻ. പക്ഷെ നമ്മൾ തിരിച്ച് ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇപ്പം നിങ്ങൾ കണ്ടു, ആദ്യം പറഞ്ഞു ആപ്പിൻ്റെ ഒക്കെ ഉണ്ടാവില്ല. അപ്പം ആപ്പിൻ്റെ ഒക്കെ ശരിയാ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമായിരുന്നു, കുറേ മാസം മുമ്പേ പറഞ്ഞ കാര്യം. നമ്മൾ കണ്ടത് ഒന്ന് പഞ്ചാബ്, മറ്റേത് പശ്ചിമ ബംഗാൾ, കേരള, ഈ 3 സംസ്ഥാനത്തിൽ പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന കാര്യം അത്. അപ്പം അത് നമുക്കറിയായിരുന്നു. പക്ഷേ ഈ ആപ്പിൻ്റെ ഡൽഹിയിൽ നമുക്ക് അലയൻസായി, അവർ 4 സീറ്റും ഞങ്ങൾ 3 സീറ്റും. UP-യിൽ സമാജ്വാദി പാർട്ടിയുടെ ഒക്കെ ഞങ്ങൾ 17 സീറ്റ് ഫൈറ്റ് ചെയ്യും, അവർ ബാക്കി സീറ്റും പിന്നെ വേറെ മുന്നണിയുള്ളവർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മുന്നണി ശക്തമായതുകൊണ്ടാണ് BJP ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇപ്പം നോക്ക്, നമ്മളെന്താ കണ്ടത്? സത്യപാൽ മലിക്കിന്റെ മേലെ അവർ അന്വേഷണം തുടങ്ങി, EDയുടെ അന്വേഷണം 2 ദിവസം മുമ്പേ. വെറുതെ സത്യപാൽ മലിക് അവരെതിരായിട്ട് സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയച്ചിരിക്കുക, ഞങ്ങള് ബാങ്കിലെ ഫണ്ട് എടുക്കാൻ, ആ പൈസ 14-ാം തീയതി അവർ പറഞ്ഞു അവിടെ ഒരു ഫൈൻ അടക്കാനുണ്ട് 210 കോടി. അത് എന്തോ 2017-18 ഉള്ള റിട്ടേൺ ഫയലിംഗ്. ബിക്കോസ് ഒരു പാർട്ടി ഇൻകം ടാക്സ് കൊടുക്കില്ല, പക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും. അത് 45 ദിവസം ലേറ്റ് ആയിട്ട്, അതൊരു 14 ലക്ഷത്തിന്റെ ആയിരുന്നു, അത് 45 ദിവസം ലേറ്റ് ആയിപ്പോയി. പക്ഷെ 5 കൊല്ലം അവർ അനങ്ങാണ്ടിരുന്നു. പെട്ടെന്ന് ഒരു അർദ്ധരാത്രി അവർ വന്നു പറഞ്ഞു ബാങ്കിനോട് 210 കോടിയാണ് ഫൈൻ, നിങ്ങൾ ഇപ്പം തരണം. പക്ഷെ ബാങ്കിന്റെ അപ്പം ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ എന്താ ചെയ്ത്, ഞങ്ങൾ ട്രൈബ്യൂണലിലെടുത്ത് പോയി, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെടുത്ത് പോയി. അവർ 21-ന് അതിന്റെ എന്താന്ന് ജഡ്ജ്മെന്റ് പറയുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് വരുന്ന മുമ്പേ അവര് ആ 20-ന് അവിടെ വന്നിട്ട് 65 കോടി ഞങ്ങളെ ബാങ്കിൽ നിന്ന് എടുത്താളുണ്ട്, മറ്റേ പൈസ ഫ്രീസ് ചെയ്തു. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലായി. ഇതെല്ലാം പറയുന്നത് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ടെററിസമാ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുക ഇലക്ട്രൽ ബോണ്ട്സ് ഇസ് ഇല്ലീഗൽ. അവരവിടെ നിന്നായിരുന്നു പൈസ ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഈ ഇന്ത്യയിലെ ചരിത്രത്തിൽ, ഞാൻ പറയുന്നത് 75 കൊല്ലത്തിന്റെ അധികത്തുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്കാമാണ് ഇലക്ട്രൽ ബോണ്ട്സ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ അവർ ഫൈനാൻസ് ആക്ട് 2017 കൊണ്ടാകുന്ന ശേഷം ആ ആക്ട് നിങ്ങൾക്കറിയാം എന്തെല്ലാം അവർ മാറ്റി. RBI ആക്ട് മാറ്റി, FCRA മാറ്റി, അവർ ഇൻകം ടാക്സ് ആക്ട് മാറ്റി, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് മാറ്റി. എന്തിന്? പൈസ ഷെൽ കമ്പനീസിന് അവിടുന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇലക്ട്രൽ ബോണ്ട്സ് ത്രൂ, അതും അൺലിമിറ്റഡ്, എത്ര വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്കറിയാൻ പാടില്ല ആരാ തരുന്നത്. ഇങ്ങനത്തെ സ്കാം നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഫണ്ട് കിട്ടാൻ ആരാ തരുന്നതെന്ന്, ഏത് കമ്പനിയാ തരുന്നതെന്ന് അറിയില്ല. ഓക്കെ, അതിന്റെ മേലെ അവർ അൺലിമിറ്റഡ് എമൗണ്ട്, പണ്ട് ഞങ്ങൾക്ക് 2000 രൂപയായിരുന്നു കൊടുക്കാൻ പറ്റുള്ളൂ ക്യാഷ് ആയിട്ട്, അൺലിമിറ്റഡ് എമൗണ്ട്, അതും പുറത്തുള്ള ഫണ്ട് വരാൻ പറ്റില്ല. ഇത് പക്ഷെ ഇത് പുറത്ത് മാത്രമല്ല, ഷെൽ കമ്പനീസിന്റെ ഫണ്ട്. അപ്പം ഇവിടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ ഷെൽ കമ്പനി അവിടെ പുറത്ത് ഏതെങ്കിലും ഒരു അവിടെ മൊറീഷ്യസ് അവിടെയെങ്കിലും ഉണ്ടാവും, സീഷെൽസ് അവിടെയെങ്കിലും ഷെൽ കമ്പനി, അവരിവിടെ ഒരു പോളിസി വേണമെങ്കിൽ, പദ്ധതി ഓ പോളിസി വേണമെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഇലക്ട്രൽ ബോണ്ട് ആയിട്ട് വരും. ഇതാണ് ക്വിഡ് പ്രോ ക്വോ. ഇപ്പം വേറൊരു ന്യൂസ് ലോണ്ടറിയുടെ ഒരു അന്വേഷണം വന്നിട്ട് അതിൽ അവർ പറഞ്ഞിരിക്കുക 335 കോടിയാണ് 2018 തൊട്ട് 19 2022-23 കമ്പനീസ് കൊടുത്തത് ഇലക്ട്രൽ ബോണ്ട്സ് ത്രൂ. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ 30 കമ്പനീസിൽ 23 കമ്പനീസ് 2014 തൊട്ട് 18 വരെ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല BJPക്ക്.
അപ്പൊ അതാണ് പറയുന്നത്. അവരപ്പോ ED അയച്ചതിന്റെ ശേഷം ED CBI IT ശേഷമാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇതെന്ന് മനസ്സിലായി ഇതൊരു കൈൻഡ് ഓഫ് ബ്ലാക്ക് മെയിലാണ് കമ്പനീസിന്റെ മേലെ. അവരെ മേലെ പറയും ഞങ്ങൾ ഇത് അയക്കും, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട്സ് ഇടണം. അപ്പൊ ഇതിന്റെ മേലെ ഒരു അന്വേഷണം വേണം. അതാന്ന് പറഞ്ഞത് ഇതിന്റെ മേലെയാണ് ശരിക്കും ഒരു വൈറ്റ് പേപ്പർ വേണ്ടേ. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യം തകർന്നിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളെ മുന്നണി ഇപ്പൊ ശക്തമാകുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ BJP സർക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അവർക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഞങ്ങളെ പൈസ ഫ്രീസ് ചെയ്യണം, പൈസ ഉപയോഗിക്കാൻ പാടില്ല, സത്യപാൽ മാലിക്കിന്റെ മേലെ അന്വേഷണം, പിന്നെ നമ്മൾ ഫാറൂഖ് അബ്ദുള്ളന്റെ മേലെ അന്വേഷണം, എല്ലാ ഇന്ത്യ മുന്നണിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ മേലെ അന്വേഷണം, അരവിന്ദ് കെജ്രിവാളിന്റെ മേലെ EDന്റെ അന്വേഷണം, ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിനെ ജയിലിലിട്ടു. ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സിറ്റിംഗ് CMനെ ജയിലിലിട്ടിട്ടില്ല. പക്ഷെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, അവരെ പാർട്ടിയിലുള്ള ആരും, അവരെ ഏതെങ്കിലും ഒരു മുന്നണി, അത് നാരായൺ റാണെ ആയാലും, നാരായൺ റാണെ ഞങ്ങളെ പാർട്ടിയുള്ള സമയത്ത് ആരാ പറഞ്ഞ അദ്ദേഹം മണി ലോണ്ടറിങ് ചെയ്യുന്ന BJP, അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു അന്വേഷണം ഇല്ല. പ്രതാപ് സർനായിക് എന്ന് പറഞ്ഞിട്ട് ഒരു MLA ഉണ്ട്, ശിവസേനയുടെ. അദ്ദേഹം 2022 മെയ്യില് അദ്ദേഹത്തിന്റെ മുകളിൽ EDയുടെ ഭയങ്കര അന്വേഷണമായിരുന്നു. പക്ഷെ 2022 സെപ്റ്റംബറിൽ ഈ പ്രതാപ് സർനായിക് ശിവസേന ഏക്നാഥ് ഷിൻഡെയുടെ ആ ഭാഗം ജോയിൻ ചെയ്ത ശേഷം എക്കണോമിക്സ് ഒഫൻസ് വിങ് പറഞ്ഞിരിക്കുക ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യുന്നതാണ്. ഹേമന്ത ബിശ്വാസ ശർമ്മ കേസ് ക്ലോസ്ഡ്. സുവേന്ദു അധികാരി കേസ് ക്ലോസ്ഡ്. വ്യാപം സ്കാം എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്കാമാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ എതിരെ, കേസ് ക്ലോസ്ഡ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, നമ്മളെ ചോദ്യം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ അന്വേഷണം വരുന്നത്. നിങ്ങൾക്കറിയാലോ, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ അടുത്തുള്ള സമയത്ത് അശോക് ഗെഹ്ലോട്ടിന്റെ എയ്ഡ്സിന്റെ മേലെ അന്വേഷണം, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഭൂപേഷ് ബാഗലിന്റെ അവിടെ EDനെ അയച്ചു, പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ EDനെ അയച്ചു, മറ്റേ അവരെ എയ്ഡ്സിന്റെ അടുത്ത് മമതാ ബാനർജിന്റെ. പിന്നെ ഞങ്ങളെ രാജ്യസഭ കർണാടകയിലുള്ള സമയത്ത് DK ശിവകുമാറിന്റെ എതിരായിട്ട് EDനെ അയച്ചു, അദ്ദേഹത്തിനെ ജയിലിലിട്ടു. അപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ആണ്, ടൈമിംഗ് ആൻഡ് പാറ്റേൺ ഇതിന് പറയാ, കറക്റ്റ് സമയത്ത്. അപ്പൊ ഈ അന്വേഷണം, അപ്പൊ അവര് പറയും നിങ്ങൾ എന്തുകൊണ്ട് കോടതി പോവാ, കോടതി പോയിട്ട് കേസ് നടക്കുന്ന സമയത്ത് അതിന്റെ ആ സമയത്തിന്റെ ഉള്ളിൽ ഈ തെരഞ്ഞെടുപ്പും കഴിയും. അപ്പൊ അവരെ എന്താ വേണ്ടത് കിട്ടി, അത് പിന്നെ ജഡ്ജ്മെന്റ് വന്നാലും പ്രശ്നമില്ല. മനസ്സിലായില്ല, ഇതെല്ലാം ഒരു ടാക്ടിക് ആണ്. പറയുന്ന പ്രകാരമാണെങ്കിൽ 16,500 കോടി രൂപ BJP ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ചിട്ടുണ്ട്. അതായത് ഇനിയൊരു 10-30 കൊല്ലത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ട്. അവരോടാണ് നിങ്ങൾ മത്സരിക്കാൻ, നിങ്ങളൊരു തോൽവി മുന്നിൽ കാണുന്നതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അവരൊരു ഇൻവിൻസിബിൾ ശക്തിയായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, മാർച്ച് 7 പറയണമല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട്സ് ആരാ കൊടുത്തത് എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പം അതിൽ ക്വിറ്റ് പ്രോ ക്വോ നമുക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ, എന്താണ് ഈ ക്വിറ്റ് പ്രോ ക്വോ, ആരാ എവിടെയാ കൊടുത്തെന്ന്. ഞങ്ങളെല്ലാലും ഒന്നും ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ അക്കൗണ്ട്, ഞാൻ പറയുന്നു, അവര് പറയാ നിങ്ങൾ ഇൻകം ടാക്സ് ഇപ്പം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന, ആ ഫയൽ ചെയ്തിട്ടില്ല റിട്ടേൺ. നിങ്ങൾക്കറിയോ 47,000 അധികം കേസസ് ഉണ്ട് ഇൻകം ടാക്സ് ആപ്പലേറ്റ് ട്രൈബ്യൂണലിൽ. ഞാൻ ചോദിക്കുന്നു, എത്ര ഇവരെ അക്കൗണ്ട്സ് അവർ ഫ്രീസ് ചെയ്തു, എത്ര ഇവിടുത്തെ പോയിട്ട് അവരിങ്ങനെ പൈസ എടുത്തു? എനിക്കറിയണമെന്ന്. എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിന്റെ മാത്രം അവരിങ്ങനെ ഫ്രീസ് ചെയ്തു? ആദ്യം അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, പിന്നെ പോയിട്ട് അവരോട് പറഞ്ഞു ചെക്ക് ചെയ്താൻ 65 കോടിന്റെ സർക്കാർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വേറെ ലോസും അവർക്ക് വേറെ ലോസും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യായം എല്ലാവർക്കും ഒരേതായിരിക്കണമല്ലോ, നീതി എല്ലാവർക്കും ഒരേതായിരിക്കണമല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് വേറെ വേറെ രീതി? അതാണ് ഞങ്ങൾ പറയുന്നത്. ദീസ് ആർ ടാർഗറ്റഡ് ചെയ്യുന്നത് അവര്. ആ സമയത്തിന്റെ മേലെ ഞങ്ങൾ അവരെ പോലെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ അഴിമതി ഉണ്ടെങ്കിൽ എല്ലാവരും പിന്നിലും പോവും. നിങ്ങളെ പാർട്ടിയിലുണ്ട്, നിങ്ങളെ പാർട്ടിയിൽ അജിത് പവാർ വരുന്നവരെ പ്രധാനമന്ത്രി പറഞ്ഞു ഹി ഈസ് ദ മോസ്റ്റ് കറപ്റ്റ്, അതാണ് ഏറ്റവും അഴിമതിയുള്ള ഒരു വ്യക്തി. അവരെ പാർട്ടിയിൽ വന്നതിന്റെ ശേഷം പ്രധാനമന്ത്രിയാണ് കണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാരും ബാക്കി പോ, അതാ ഞങ്ങൾ പറയുന്നത്. ശരി, ശ്രീ എ സമ്പത്ത്, ഇവിടെ ക്ഷമ ചൂണ്ടിക്കാട്ടുന്നത് ഒരു വശത്ത് ഈ ഇന്ത്യ മുന്നണി സഖ്യം ശക്തി പ്രാപിക്കുമ്പോൾ BJP അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അതിനെ തകർക്കുക, അതിനെ വേട്ടയാടുക എന്നത് തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അതൊക്കെ ഇരിക്കെ തന്നെ ഒരു മുന്നണി എന്ന നിലയിൽ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാകത്തിനുള്ള പാകതയും ശക്തിയും ഇന്ത്യ മുന്നണി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയിൽ നേരത്തെ ക്ഷമ ചൂണ്ടിക്കാട്ടിയ കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്.
നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അജിംസ് തന്നെ ആങ്കർ ചെയ്ത ഇതുപോലുള്ളൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞ കാര്യം അനുമതിയോടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഈ അൺലീഷിങ് ദി ഹണ്ടർ ഡോഗ്സ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വേട്ട നായ്ക്കളെ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മളിന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നഗ്നമായി പച്ചയ്ക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ രാഷ്ട്രീയ പ്രതിയോഗികളെയും തങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഗ്രൂപ്പുകളെയും സ്ഥാപനങ്ങളെയും, വ്യക്തികളെ മാത്രമല്ല, എല്ലാം ഈ വിധത്തിൽ വിവിധ ഏജൻസികളെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് വേട്ടയാടുക എന്നുള്ളതാണ്. ആ വേട്ടയാടുക എന്നുള്ളത് ഒന്നുകിൽ വരുതിയിലാക്കാനാണ്, അതല്ല എങ്കിൽ കീഴ്പ്പെടുത്താനാണ്, ഭീഷണിപ്പെടുത്താനാണ്. ഇതിൽ രണ്ടിലേതിലെങ്കിലും ഒന്നിന് നിങ്ങൾ വഴങ്ങേണ്ടതായി വരും. അപ്പോൾ ഇത് മാധ്യമസ്ഥാപനങ്ങളും ഇതിൽ നിന്ന് വിഭിന്നമൊന്നുമല്ല. ഇപ്പോൾ ഈ CBI എന്നത് അത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണല്ലോ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിരവധി വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടു വരുന്നത്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇന്ത്യ മുന്നണി ഒരു വർഷത്തിനിപ്പുറമാണ് അത് രൂപീകരിക്കുകയും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് അതിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. അപ്പോൾ മറുഭാഗത്തു നിന്ന് സ്വാഭാവികമായി ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് ഏക ലക്ഷ്യമല്ലേ ഉള്ളൂ? ചോദിക്കുന്നത് എന്താണ്? ഇന്നത്തെ BJP നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നത് മാത്രമല്ലേ ലക്ഷ്യം എന്നതാണ് ചോദിക്കുന്നത്. ആണ് ഉറപ്പായും ഇന്നത്തെ ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെയും വർഗീയതയും കൂട്ടിച്ചാലിച്ച് വെടിമരുന്നാക്കി മാറ്റുന്ന ഇന്ത്യയിലെ പ്രകൃതി സമ്പത്തുകൾ ഭീകരമായി കൊള്ളയടിക്കാനായി കോർപ്പറേറ്റുകൾ തുറന്നു കൊടുക്കുന്ന ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ വക്താക്കളായി മാറിയിട്ടുള്ള അത്തരത്തിലൊരു ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ രാഷ്ട്രീയ ചട്ടുകമായി ഇന്ത്യൻ ഭരണകൂടം മാറുന്ന ആ ഇന്ത്യ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഇപ്പോൾ മറുഭാഗത്ത് പലർക്കും ചോദിക്കാം, ഇങ്ങനെ ഈ നിങ്ങൾ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നില്ല, അതല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നില്ല. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെങ്കിലും ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കണം എന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അജിംസ? ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഈ ഹൗസ് ഓഫ് ദ പീപ്പിൾ, ജനകീയ സഭ, ജനങ്ങളുടെ സഭ, ലോക്സഭ, ആ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അതിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി, ആ ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെങ്കിൽ മുന്നണി, അതല്ലെങ്കിൽ നമ്മളൊരു കീഴ്വഴക്കം ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ളതാണ് രാഷ്ട്രപതി ചെയ്യേണ്ടുന്ന സാമാന്യ മര്യാദ. അല്ലാതെ ഇന്നയാളാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്ക് മുമ്പും അത്തരത്തിൽ അങ്ങനെ ഈ ഉയർത്തി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇനി വേറൊരു കാര്യം കൂടി, ഞാനൊരു 2 മിനിറ്റ് എടുത്ത് ചുരുക്കുകയാണ്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലായ്പ്പോഴും പ്രതിപക്ഷം എല്ലാവരും 1 സീറ്റ് 1 കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ തന്നെയാണോ നിന്നിട്ടുള്ളത്? ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇന്ത്യയുടെ ഈ 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട്, അതിൽ 1, 2, 3, 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകൾ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തെല്ലാം അത്തരത്തിൽ പ്രതിപക്ഷം എന്നത് തന്നെ വാസ്തവത്തിൽ അതൊരു ആ വിധത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനകത്ത് നിന്ന് പല ആളുകളും അങ്ങനെ വിഘടിച്ചൊന്നും പൂർണ്ണമായി പോയിരുന്നില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരും അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ അംബേദ്കർ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നല്ലോ. മദൻ മോഹൻ മാളവ്യ, അദ്ദേഹം ഉൾപ്പെടെ ഉള്ള അദ്ദേഹം മറ്റ് ചില ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തന്നെ രാജേന്ദ്ര പ്രസാദ് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്കറിയാമല്ലോ. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് 1977 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഇന്ത്യയിലെ ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്, ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് എന്നതാണ് ആ മുദ്രാവാക്യം അന്ന് കേട്ടിട്ടുള്ളത്. ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേട്ട മുദ്രാവാക്യമാണ്. അപ്പോൾ ഇന്ത്യയിലെമ്പാടും അത്തരത്തിൽ വീശിയടിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അപ്പോഴും ഒരു കാര്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൂടി ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലായിടത്തേക്കും എത്തിക്കാൻ കഴിഞ്ഞിരുന്നേയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കുക. ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ 1984 അദ്ദേഹം പ്രധാനമന്ത്രിയെ, 89 അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു വേള നമുക്കറിയാമല്ലോ. ആ സമയത്ത് ആ ഗവൺമെൻറ്റിനെതിരായി പ്രതിപക്ഷം വല്ലാതെ ആഞ്ഞടിക്കുന്ന വേളയിലും എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും അത്തരത്തിൽ ഈ 1 സീറ്റ് 1 കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലേക്ക്
ലെവലിലേക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിക്കണം. ഇന്ത്യ എന്ന ആ ഫെഡറേഷനാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തെ മാത്രം എടുത്തുകൊണ്ട് അതാണ് ഇന്ത്യയുടെ പതിപ്പ് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ മുമ്പും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നേതാവ് എന്നുള്ളതല്ല, കുറേ നേതാക്കളുടെ കൂട്ടായ്മയല്ല, കുറേ നേതാക്കൾ വിട്ടുപോകുന്നതും പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതുമല്ല, ആരെങ്കിലും പുതിയ പാർട്ടികൾ വന്നതല്ല. ജനങ്ങളുടെ ജീവൽ സംബന്ധിയായ പ്രശ്നങ്ങളാണ്. എൻ്റെ വിശപ്പ്, എൻ്റെ പട്ടിണി, എൻ്റെ കുട്ടികളുടെ പഠനം, എൻ്റെ വീട്, എൻ്റെ ജീവിത ചെലവുകൾ, എൻ്റെ മുതിർന്ന സഹോദരങ്ങളുടെയും രക്ഷകർത്താക്കളുടെയും അവരുടെ സാമൂഹ്യ സുരക്ഷ, എൻ്റെ ഭൂമി, എൻ്റെ തൊഴിൽ, എൻ്റെ അന്നം, എൻ്റെ കൂലി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ നമ്മുടെ തൊഴിലും കൂലിയും അടക്കം നഷ്ടപ്പെട്ടു പോവുകയും അതിസമ്പന്നരായി കുറേ ആളുകൾ ഈ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ജനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക. പുതുതായി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനസമൂഹം ഇന്ത്യയിൽ വളർന്നു വരികയാണ്. മാർജിനലൈസ്ഡായി പോവുകയാണ്. പണ്ട് കാലത്തുള്ളതുപോലെ ഈ സാമൂഹ്യമായ കാരണങ്ങളാൽ മാത്രമല്ല, രാഷ്ട്രീയമായി തന്നെ അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ദ കറപ്ഷൻ, അതാണ് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് BJP ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് എതിർക്കേണ്ടത്, ഇതിനെയാണ് ചെറുക്കേണ്ടത്. ഇത് ചെറുക്കുകയല്ലാതെ മാർഗമില്ല. ശരി, ശ്രീ പ്രിൻറ്റു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഒരൊറ്റ മുദ്രാവാക്യത്തിലേക്ക് ഒരു മുന്നണിയുടെയും ഇത് വരുന്നില്ല. ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിങ്ങൾ അൺസീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. BJP സംബന്ധിച്ച് അങ്ങനെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ, നാഷണൽ വൈഡ് ചെയ്യാവുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ മാറ്റർ ഇതുവരെ ഇവോൾവ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ നാം കാണുന്നത് ഈ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിരന്തരമായി അവർക്കെതിരെ കേസുകളും പുക്കാറുകളും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് മുതൽ സത്യപാൽ മാലിക്കിനെ വേട്ടയാടുന്നത് വരെയുള്ള ഉദാഹരണങ്ങൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടോ ഇത്തവണ അധികാരം നഷ്ടപ്പെടുമെന്ന്? ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഭ്രാന്തിയുമില്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സീറ്റ് 303 ആണെങ്കിൽ 400 സീറ്റ് നേടുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത്. അതിന് കാരണം ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു മുന്നണി സംവിധാനം നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമ്പത്തും ക്ഷമയും ഒക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ മുന്നണി സംവിധാനം ഒന്ന് പഠിക്കണം. ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തും കൊള്ളയടിക്കുന്ന 7ഓളം കുടുംബത്തിൽപ്പെട്ട 26 പാർട്ടികൾ, അങ്ങനെയാണ് 7 കുടുംബ മുന്നണികൾ നയിക്കുന്ന മുന്നണി സംവിധാനം. എങ്ങനെയാണ് ഈ സമ്പത്തിനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈ ഒരു മുന്നണി സംവിധാനത്തോട് സന്ധി ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കാശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള സകല കാലഘട്ടത്തിലും ഈ രാജപരമ്പരയുടെ ഭരണം പോലെ മക്കളും മരുമക്കളും അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ വിവിധ ഭരണത്തെയോ സംവിധാനത്തെയോ ഒക്കെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തെ ഒക്കെ ഇങ്ങനെ ഭരണത്തിന്റെ അധികാരത്തിൽ നിർത്തുന്ന ഒരു കുടുംബാധിപത്യമുള്ള മുന്നണി. ആ കുടുംബാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. കാരണം ഞങ്ങൾ പറഞ്ഞു, ഈ മുന്നണി സംവിധാനം ഇലക്ഷന് മുന്നിൽ തന്നെ തകർന്നടിയും. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ നമ്മളെ ഗുജറാത്തിലും ഗോവയിലും അതുപോലെ തന്നെ ഡൽഹിയിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ട് നിങ്ങൾ സമവായത്തിൽ എത്തി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ പഞ്ചാബ്, ഇപ്പൊ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇലക്ഷന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കുന്ന സമയത്ത് ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പക്വതയുള്ള ഒരു ജനവിഭാഗം വളർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ രാജ്യത്തെ നയിക്കണമെന്നോ രാജ്യത്തെ വീണ്ടും അധോഗതിയിലേക്കോ തള്ളിയിടണമെന്നോ ഈ രാജ്യത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നടന്ന 3 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണമായിരുന്നല്ലോ. ആ പരീക്ഷണം തന്നെ തകർന്നു. കർണാടക ഒഴികെ ബാക്കി എവിടെയാണ് ഈ മുന്നണിക്ക് ഈ ഒരു പ്രാദേശിക തലത്തിലുള്ള ഇലക്ഷനകത്ത് പോലും സംസ്ഥാന തലത്തിലുള്ള ഇലക്ഷൻ പോലും വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് 18 സംസ്ഥാനങ്ങളിൽ ഘടകകക്ഷികൾക്കടക്കം ഭരണമുണ്ട്. അതിൽ 13 സംസ്ഥാനങ്ങൾ, ഏറ്റവും വലിയ 13 സംസ്ഥാനങ്ങൾ, ആ 13 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 57%. നിങ്ങൾ മനസ്സിലാക്കണം, ഉത്തർപ്രദേശ് അടക്കം, മധ്യപ്രദേശ് അടക്കം, രാജസ്ഥാൻ, ജാർഖണ്ഡ് അടക്കം. അപ്പൊ 57% ജനസംഖ്യ, ഇന്ത്യയിൽ 57% ജനസംഖ്യയുള്ള സ്ഥലത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. എന്നാൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ അവസ്ഥ നോക്കൂ. അവർക്ക് കർണാടകയും തെലുങ്കാനയും ഹിമാചലും ഒഴികെ ഒരു പ്രബലമായിട്ട് അവരുടെ ഭരണമുള്ള ഒരു സംസ്ഥാനം പോലും ഇല്ല. ഇപ്പൊ ഡൽഹിയിലായിക്കോട്ടെ, ഗോവയിലായിക്കോട്ടെ, ഈ പറയുന്ന ഹരിയാനയിലായിക്കോട്ടെ, ഭരിക്കുന്നത് കോൺഗ്രസ് ഒന്നുമല്ലല്ലോ. അപ്പൊ കിട്ടാത്ത സീറ്റിന് വേണ്ടിയുള്ള ചർച്ച ചെയ്ത് ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. കാരണം നോക്കൂ, ഈ മുന്നണിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹേമന്ത് സോറൻ. ഇപ്പൊ നേരത്തെ ക്ഷമ പറഞ്ഞല്ലോ, ആ ഹേമന്ത് സോറൻ ഇപ്പൊ എവിടെയാണ്? ജയിലിനകത്താണ്.
യാതൊരു സംശയമാണ്. 10-15 ദിവസത്തിനകത്ത് ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ അഴിമതി കേസിനകത്തേക്ക് ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അഴിമതിക്കാർക്കെതിരെ ED വരുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരിന്റെ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ കേരളത്തിലടക്കം 26ഓളം കേസുകൾ ഈ ED അന്വേഷിക്കുന്നുണ്ട്. അതൊന്നും രാഷ്ട്രീയ സ്റ്റണ്ടുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കരുവന്നൂർ അഴിമതിയോ അല്ലെങ്കിൽ നമ്മളുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കേസുകളും ഇവിടെ നടന്നിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ED അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഭാരതത്തിലില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, ഈ അഴിമതിക്കെതിരെയാണ്, കള്ളപ്പണത്തിനെതിരെയാണ് ഈ റെയ്ഡും മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമെങ്കിൽ എനിക്കൊരു സംശയം, ഈ സത്യപാൽ മല്ലിക്കിന്റെ മീഡിയ സെക്രട്ടറിയെയും സത്യപാൽ മല്ലിക്കിന്റെ പ്രിമൈസസിൽ നിങ്ങൾ ഈ CBI വിട്ട് റെയ്ഡ് ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ഒരു അഴിമതി കേസിലെ പരാതിക്കാരനാണ്. അദ്ദേഹം അത് ഡിസ്ക്ലോസ് ചെയ്തതാണ്. തനിക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ കേസ് അന്വേഷിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ വീടും റെയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? അല്ല, ഞാൻ പറയട്ടെ, പല സാഹചര്യങ്ങളിലും പല ആളുകളുടെയും കയ്യിലെ ആയുധമാക്കുന്ന ആളുകളുടെ പല തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, കൃത്യമായി അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നത് നിങ്ങൾ ഇതിന് ഭയപ്പെടുന്നത് ഒരു CBI വന്നതുകൊണ്ട് അദ്ദേഹം ഒരു BJP-കാരനാണ്. BJP നിയമിച്ച ഒരു ഗവർണറായി വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം വേറൊരു പാർട്ടിയിലും പോയിട്ടില്ല. അദ്ദേഹം 2 കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തു. ഒന്ന്, പുൽവാമ ഭീകരാക്രമണത്തിൽ നമുക്ക് ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി. ഈ കാര്യം പറഞ്ഞിട്ടും അതാരും ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ അഴിമതി കാര്യം, തനിക്ക് 300 കോടി കൈക്കൂലി തരാമെന്ന് പറഞ്ഞു വന്നു, ഞാൻ സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തന്നെ വീട് റെയ്ഡ് ചെയ്യുക, അദ്ദേഹത്തെ ഉപദ്രവിക്കുക. ഇതെന്താണ്? അല്ല, ഒന്ന് സത്യപാൽ മാലിക്കിന്റെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ മാനസിക നിലയൊക്കെ സത്യത്തിൽ പരിശോധിക്കണം. ഈ 1 രൂപയുടെ അഴിമതി ആരോപണം പോലും ഇല്ലാത്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. പിന്നെ ഈ സത്യപാൽ മാലിക് BJP-യിൽ വരുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, അതുവരെ അദ്ദേഹം ഒന്നും മിണ്ടില്ലല്ലോ, ഏതെങ്കിലും ഒരു അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പറയുന്നത് പോലെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യപാൽ മാലിക് ഇരിക്കുമ്പോഴാണ് ഇത് ഉന്നയിച്ചത്. ജമ്മു കശ്മീർ എന്ന സംസ്ഥാനം ഇല്ലാതായി, അദ്ദേഹത്തെ മേഘാലയ ഗവർണറായി നിയമിച്ചു. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള മാനസികാവസ്ഥയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അല്ല, അങ്ങനെ മാനസികാവസ്ഥ തകരാറിലായ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ 2 കേസുകൾ എടുത്തിട്ടുള്ളത് ജമ്മു കശ്മീരിൽ? അല്ല, ഞാൻ പറയുന്നത് ഈ സത്യപാൽ മാലിക് പറഞ്ഞ 2 ആരോപണങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ അടിസ്ഥാനമുണ്ട് സാർ. അല്ല, അടിസ്ഥാനമില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ കേസെടുത്തതിനാണ് പ്രിന്റു. ഒന്നൊരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്, മറ്റൊന്ന് ഇൻഷുറൻസ് പദ്ധതിയാണ്, അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കാര്യത്തിലെ ഫയലുകൾ നീക്കാൻ വേണ്ടി തനിക്ക് 320 കോടി വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ജമ്മു കാശ്മീർ ഭരണകൂടം 2 കേസെടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ മാനസിക നില തെറ്റിയ ഒരാളുടെ ആരോപണത്തിന്റെ പേരിൽ നിങ്ങൾ കേസെടുക്കുമോ, അന്വേഷിക്കോ? അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തന്നെ വീട് റെഡിയോ? അപ്പോൾ ആർക്കാണ് ഭ്രാന്ത്? അല്ല, ഏതൊരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്നും ആ പ്രസ്താവനകളുടെ ചരിത്രമൊക്കെ ഒന്ന് സാറൊന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യപാൽ മാലിക് ഒരു നല്ല പിള്ള ചമഞ്ഞ് നല്ല കുട്ടിയായി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെ അദ്ദേഹം മാറുന്നത്? ആ മാറുന്ന സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കണം. അതിനനുസൃതമായിട്ട് സത്യപാൽ മാലിക്കിനെതിരെ ഇനിയിപ്പോ അദ്ദേഹത്തിന് യാതൊരു തെറ്റുമില്ലെങ്കിൽ അദ്ദേഹം ഭയപ്പെടേണ്ട സാഹചര്യമില്ലല്ലോ. ഞാനൊരു കേസിൽ എനിക്ക് ഒരാൾ കൈക്കൂലി തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുക്കുക, എന്നിട്ട് അന്വേഷണ ഏജൻസി എന്റെ വീട് തന്നെ റെയ്ഡ് ചെയ്യുക, അതെന്ത് പരിപാടിയാണ്? അല്ല, അങ്ങനെ ഇല്ലാത്തൊരു സംഭവമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ 300 കോടിയുടെ അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ ദിവാസ്വപ്നമാണ്. അല്ല, സ്വപ്നം കണ്ടതായിരിക്കും അദ്ദേഹം. പിന്നെ പുൽവാമ പോലെയുള്ള ഒരാൾ സ്വപ്നം കണ്ട ഒരു പരാതി കൊടുത്താൽ നിങ്ങൾ കേസെടുത്ത് അന്വേഷിച്ച് റെയ്ഡ് നടത്തുമോ? അപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാണ് മതിഭ്രമം? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയല്ലല്ലോ സാർ. എന്തും ആർക്കും എങ്ങനെയും പറയാം എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഈ രാജ്യം പോകേണ്ട സാഹചര്യം. അത് മാത്രമല്ല, പുൽവാമ പോലെ നിങ്ങളുടെ ഭരണകൂടമാണ് കേസെടുത്തത്, നിങ്ങളുടെ അന്വേഷണ ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരാൾ മതിഭ്രമത്താൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ കേസെടുത്ത് അന്വേഷിച്ച് അയാളുടെ വീട് തന്നെ റെയ്ഡ് ചെയ്യോ? ഇപ്പൊ യഥാർത്ഥത്തിൽ ആർക്കാണ് മതിഭ്രമം? ഇതൊരു ഭ്രമയുഗമാണോ? അല്ല, ഭ്രമയുഗം ഒന്നുമല്ലല്ലോ സാർ. ഇതിനകത്ത് പുൽവാമ പോലെയുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, ഈ രാജ്യത്തിന്റെ സൈനികരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ആരുടെ അച്ചാരം മേടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കട്ടെ, മനസ്സിലാക്കട്ടെ. പുൽവാമയെ കുറിച്ചല്ലോ ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണോ? ഇപ്പൊ അന്വേഷണം നടക്കുന്നത് കൈക്കൂലി കേസിലാണ്, അതിലാണ് അന്വേഷണം നടക്കുന്നത്. നിങ്ങൾ പുൽവാമയെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്, അതല്ല ഇനി പുൽവാമയെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണോ? എന്താ നിങ്ങൾ ചെയ്യുന്നത്?
ഇല്ലാത്ത വെടികളാണ്. ഒന്ന് പുൽവാമ, മറ്റൊന്ന് ഈ പറയുന്ന ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള 300 കോടി രൂപയുടെ ആരോപണം. ഈ 2 ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സംസ്ഥാന കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തട്ടെന്നേ. അതിനെന്താ നമ്മൾ ഭയപ്പെടുന്നത്? ഓക്കെ, അന്വേഷണ ഏജൻസികളെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് അങ്ങയുടെ വാദം. ശരി, ഞാൻ പറയാം. ശ്രീ മോഹൻ തോമസ്, നമ്മുടെ വിഷയം അതല്ല. മോഹൻ തോമസ്, ഇന്ത്യ മുന്നണി തുടക്കത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു. ഒന്ന്, അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളെ JDU നേതാവിനെ NDA കൊണ്ടുപോയി, RLD പോയി. അതിനിടയിൽ തന്നെ കോൺഗ്രസിൻ്റെ ചില പ്രമുഖരായ നേതാക്കളെ തന്നെ BJPയിലേക്ക് വലിക്കുന്ന കാഴ്ചയും നാം കണ്ടു. ഇപ്പോൾ അത് വീണ്ടും ഇന്ത്യ മുന്നണി ട്രാക്കിൽ കയറിയെന്ന് പറയാം. അജിംസ്, കഴിഞ്ഞ വർഷം വളരെ വലിയ ആഘോഷത്തോടുകൂടി രൂപീകരിച്ച ഇന്ത്യ മുന്നണി ആ ഒരു ആദ്യത്തെ ഒരു ഹണിമൂൺ പീരീഡിന് ശേഷം ഒരു 3 സമ്മേളനങ്ങൾ പറ്റ്നയിൽ ഉൾപ്പെടെ ബോംബെയിൽ ഉൾപ്പെടെ പിന്നെ നടത്തിയ 3 സമ്മേളനങ്ങൾക്ക് ശേഷം മന്ദഗതിയിലാകുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് കഴിഞ്ഞ ഒരു 4-5 മാസം ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചത് എല്ലാം തന്നെ തിരിച്ചടികളായിരുന്നു. അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിന്റാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാടുകൾ എടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല, ഇന്ത്യ മുന്നണിക്ക് മൊത്തമായി കഴിഞ്ഞില്ല. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. ആ ഒരു പോയിന്റിന്റെ സമയത്താണ് പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിൽ ശ്രീ നരേന്ദ്രമോദി തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വ്യക്തമായ ചില നമ്പറുകൾ തന്നു. അതായത് ചില ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്തു. ഞങ്ങൾ BJP 370 സീറ്റ് ഒറ്റയ്ക്ക് പിടിക്കും. NDA എന്ന രീതിയിൽ മുന്നണി 400-ലധികം സീറ്റുകൾ നേടും. അപ്പം ഇതൊരു തരം വെല്ലുവിളിയാണ്. അപ്പൊ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ്. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 1.5 ആഴ്ച, കൃത്യം പറഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ സംഭവിച്ച 4 പ്രധാന സംഭവങ്ങൾ. അതിൽ ചണ്ഡീഗഡ് ഇലക്ഷനുണ്ട്. മേയർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റ തിരിച്ചടി, അത് ക്യാമറ കണ്ണുകളുടെ മുന്നിലൂടി ലോകം കണ്ടതാണ്. കോടതി വിധിയിലൂടി ആ BJPയുടെ സ്പീക്കർ ആ കോർപ്പറേഷന്റെ ചുമതലക്കാർ രാജിവെക്കേണ്ടി വരികയും തോറ്റ സ്ഥാനാർത്ഥി ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം കണ്ടു. 2, കർഷക പ്രക്ഷോഭം. അത് ഏത് രൂപത്തിലേക്കും നീങ്ങാം, പക്ഷേ കർഷകർ വർദ്ധിത വീര്യത്തോടുകൂടി ഡൽഹി ചലോ മാർച്ചിലേക്ക് മുന്നേറുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഹരിയാന സംസ്ഥാനം, പഞ്ചാബ് സംസ്ഥാനം, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഈ ഭാഗങ്ങളിലെ പ്രത്യേകിച്ച് ജാട്ട് ബെൽറ്റാണ്, സിഖ് ബെൽറ്റ് കൂടിയാണ്. ആ ബെൽറ്റിലെ കർഷകരുടെ രോക്ഷം കുറച്ചുകൂടി വ്യാപിച്ചാൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്കും ഇപ്പോഴത്തെ ഭരണകൂടത്തിനും അത് വലിയ ഒരു തലവേദന തന്നെയാണ്. അത് രണ്ടാമത്തെ അവരുടെ രാഷ്ട്രീയ പിന്തുണയുള്ള RLD NDAക്കൊപ്പം പോയി. മോഹൻ വർഗീസ്, RLD NDAക്കൊപ്പം പോയി കഴിഞ്ഞു. RLD പോയി എന്ന് പറയുമ്പോഴും അർത്ഥ മനസ്സോടുകൂടിയാണ് ശ്രീ ചൗധരി ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗിന്റെ മകൻ BJPയോടൊപ്പം ചേരാൻ ഉള്ളത്. അത് പൂർണ്ണമായി അത് ജെൽഡാണ് എന്നെനിക്ക് കരുതാനാവില്ല. കാരണം വെസ്റ്റേൺ ഉത്തർപ്രദേശ് ശക്തമായ ജാട്ട് മേഖലയാണ്. ആ ജാട്ട് മേഖലയിൽ ഈ മുസ്ലിങ്ങളും ജാട്ട് വിഭാഗവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ മുതലെടുത്തുകൊണ്ടാണ് ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ ചരിത്രപരമായി BJPക്ക് ആ മേഖലയിൽ വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് സാധിക്കണമെന്നില്ല. കർഷക പ്രക്ഷോഭം തണുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടാകാം. ഇതിനെല്ലാം പുറമെയാണ് ഉത്തർപ്രദേശ് എന്ന ഒരു ബാലികേറാമല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പോരാട്ട മേഖലയാണ് ഉത്തർപ്രദേശ്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി 63 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 17 സീറ്റിലും എന്ന ധാരണ ഉണ്ടായിക്കഴിഞ്ഞു. അത് അത്ര സ്മൂത്തായ ധാരണ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ സമാജ്വാദി പാർട്ടിയെ അടുപ്പിക്കാതിരുന്നതിലൂടെ അവരുടെ നീരസം ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇന്നത് ആ മുന്നണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകൾ എന്ന് മുന്നണി സംവിധാനം, ഞാൻ മധ്യപ്രദേശിനെയും ഛത്തീസ്ഗഡിനെയും രാജസ്ഥാനെയും ഗുജറാത്തിനെയും ഹിമാചൽ പ്രദേശിനെയും ഒഴിച്ചു നിർത്തും. കാരണം അവ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റുകളല്ല, ഡയറക്റ്റ് ഫൈറ്റ് ബിറ്റ്വീൻ BJP ആൻഡ് കോൺഗ്രസ്.
അവിടെ പരമാവധി ചെറിയ കക്ഷികൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രൂപത്തിൽ കോൺഗ്രസിന് ഒരു കൈ സഹായം ചെയ്യുക എന്നതാണ്. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് 1-2 സീറ്റുകൾ അവിടെ ഇവിടെ ലഭിച്ചേക്കാം. പക്ഷേ ഇവിടെ ബാറ്റിൽ ഗ്രൗണ്ട് സീറ്റുകൾ 80 സീറ്റുള്ള ഉത്തർപ്രദേശ്, 48 രണ്ടാമത്തെ വലിയ സംസ്ഥാനം ഇലക്ട്രലി 48 സീറ്റുള്ള മഹാരാഷ്ട്ര, അവിടെ 39 സീറ്റിൽ ശരത് പവാറിന്റെ NCPയുമായും അതുപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായും കോൺഗ്രസുമായുമുള്ള ആ 3 കക്ഷികൾ തമ്മിൽ വ്യക്തമായ ധാരണ ഉണ്ടായിക്കഴിഞ്ഞു. ബാക്കി സീറ്റുകളിൽ ചർച്ച തുടരുകയാണ്. അപ്പം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി ഒരുപക്ഷെ അജിത് പവാർ വിട്ടുപോയി എങ്കിലും, അല്ലെങ്കിൽ ഷിൻഡെ വിഭാഗം ശിവസേനയിൽ നിന്ന് വിട്ടുപോയി എങ്കിലും, അവശേഷിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ ഒരു ടെനാസിറ്റി, ഒരുമ, കൊഹീഷൻ, അത് തീർച്ചയായും ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റായ മഹാരാഷ്ട്രയുടെ ഫലത്തെ ഷമ മുഹമ്മദ്, ഇവിടെ മോഹൻ വർഗീസ് വിശദീകരിച്ചതുപോലെ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ സീറ്റ് ചർച്ച വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ ബംഗാൾ ഒരു പ്രശ്നമായിരിക്കുകയാണ്. ബംഗാളിൽ നിങ്ങൾക്ക് മൂന്നാമതൊരു സീറ്റ് തരാൻ ബൈനോക്കുലർ വെച്ചിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്നത്. എന്താണ് മറുപടി? ബംഗാൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നം ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മൾ 2 സീറ്റാന്ന് പറയുന്നത്, അതിന്റെ ഇപ്പം നെഗോസിയേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ പറയല്ലോ, ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ ഗോവ, ഗുജറാത്ത്, ഡൽഹി കഴിഞ്ഞു. അപ്പൊ ഇനി സമാജ്വാദി പാർട്ടിയുടെ ഒക്കെ UPയുടെ ഇത് കഴിഞ്ഞു. അപ്പൊ ഇനി ബംഗാളിലൊക്കെ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു അല്ല മുന്നണി ഇല്ല, പക്ഷെ ഇപ്പം ഉണ്ട്. അതാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണെന്ന്. സംസ്ഥാനത്തിൽ അവിടെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ ഒരു വലിയ കോസിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയായിട്ട് ഇതായി വരും. പക്ഷെ എനിക്ക് 2-3 കാര്യങ്ങളാണ് BJP പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് സത്യമാലിക് പട്ടണ പോയെന്ന്. സത്യപാൽ മലിക് എപ്പാ പോയത്? നിങ്ങളെ കർഷകരുടെ 2020 ആ ലോസ് വന്നിട്ടില്ലേ, നിയമങ്ങൾ 3 അതിന്റെ സമയത്താണ് അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം വരുന്നത് ഹരിയാനയെന്നാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സർക്കാർ കർഷകരുടെ എതിരാണ്. നമുക്ക് ഓർമ്മ വെക്കേണ്ടെന്ന് പറഞ്ഞാൽ അന്ന് 200-ലധികം കർഷകരാ മരണപ്പെട്ടത്. നരേന്ദ്രമോദി ഇന്ന് വരെ ഒരു വാക്ക് അവരോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട്, ഒന്നുമില്ല. അവർ മരണപ്പെട്ടു, ഈ നിയമങ്ങൾ പിൻവലിച്ചു, അത്ര തന്നെയാണ്. അവര് ഇപ്പോഴത്തെ ഇതില് അവരെന്താ പറയുന്നത്, അന്ന് കുറെ പേര് ജയിലിലിട്ടിട്ടുണ്ടായിരുന്നു ആ കർഷകർ. അവർ ജയിലിൽ നിന്ന് പുറത്തു വരണം, അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ വേണം, അങ്ങനെ കുറെ ഈ പെൻഷൻ അവരെ കൂട്ടണം, പെൻഷൻ വളരെ കുറവാണ്. അപ്പൊ ഈ കർഷകരുടെ വിഷയം വലിയൊരു വിഷയമാണ്. അതാണ് ഇപ്പൊ സത്യമാലി വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരന് 21 വയസ്സുള്ളവനെ ബുള്ളറ്റ് ഇഞ്ചുറി, എവിടെ തലയിൽ ബുള്ളറ്റ്. ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ്, അത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പൊ ഇല്ല? നമ്മളൊരു ജനാധിപത്യമല്ലേ? ആർട്ടിക്കിൾ 19(1)(a) പറഞ്ഞിരിക്കാന്ന് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. അത് നമ്മൾ ജനാധിപത്യത്തിലുള്ളതാ. ആർട്ടിക്കിൾ 19(1)(b) പറഞ്ഞിരിക്കാന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പീസ്ഫുൾ ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. സമാധാനത്തോട് നമുക്കൊരു 2-3-10 ആൾക്കാർക്ക് കൂടെ നിൽക്കാൻ പറ്റും. അതിനൊരു പ്രശ്നമില്ല. അത് നമ്മളെ ജനാധിപത്യത്തിലുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ എന്തിനാ കർഷകരെ കൊല്ലുന്നത്? ഇപ്പൊ ലോകം മുഴുവനും കർഷക ഇതുണ്ട്, പ്രൊട്ടസ്റ്റ് മാർച്ചസ് എല്ലായിടത്തും ഉണ്ട്. ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഗ്രീസിലുണ്ട്, അവിടെ എല്ലാം യൂറോപ്യൻ നേഷൻസിൽ എല്ലായിടത്തും ഉണ്ട് ഇത്. പക്ഷെ അവിടെ ഒന്നും ആരും ഷൂട്ടഡ് സൈറ്റ് അല്ല. ഇവിടെ എന്താ സിമെന്റ് ബാരിക്കേഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അതാ ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞൊരു വേറെ കാര്യം, ഈ കേസിൽ സത്യപാൽ മലിക്കാന്ന് വിസിൽ ബ്ലോവർ. സത്യപാൽ മലിക്കാന്ന് ഈ പറഞ്ഞത് ഇവിടെ ഇങ്ങനത്തെ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഴിമതി പറഞ്ഞവനാ നിങ്ങൾ കേസിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ BJPന്റെ എതിരായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അജിത് പവാർ കോൺഗ്രസ് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. ദേവേന്ദ്ര ഫഡ്നവിസും പ്രധാനമന്ത്രിയെ പറയുന്നത്. പക്ഷെ അതിന്റെ ശേഷം ഇദ്ദേഹം എപ്പോൾ പറഞ്ഞു ED അന്വേഷണം എല്ലാവരെയും ചെയ്യും. ഞാൻ ചോദിക്കുന്ന ഇന്ന് ഒരു പോയിന്റഡ് ചോദ്യം നിങ്ങളോട്. ED അദ്ദേഹത്തിന് കഴിഞ്ഞ കൊല്ലം വരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, മെയ് വരെ. അദ്ദേഹം നിങ്ങളെ ഒരു BJPയുടെ മുന്നണി പാർട്ടിയായി മഹാരാഷ്ട്രയിൽ, അതിന്റെ ശേഷം എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷണം നിർത്തിയത്? അതാണ് നമ്മളെ ചോദ്യം.
ഞങ്ങൾ പറഞ്ഞിട്ടില്ല അദ്ദേഹം അഴിമതിയിൽ മുങ്ങിയെന്ന്, നിങ്ങളാ പറയുന്നത്. അപ്പൊ അതിന്റെ മറുപടി നിങ്ങൾ ഇന്ന് പറയണം. വേറൊരു കാര്യം, ഇന്ത്യ മുന്നണിനെ പേടിയുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ, ഈ എൻ്റെ മുമ്പേ സംസാരിച്ച വ്യക്തി പറഞ്ഞ പോലെ മേയറൽ ഇലക്ഷൻ ചണ്ഡീഗറിൽ എന്താണ് പറഞ്ഞത്? സുപ്രീം കോർട്ട് പറഞ്ഞ ഇറ്റ് ഇസ് ഇല്ലീഗൽ ആയിരുന്നു അന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് ഇല്ലീഗൽ ആണെന്നാണ് പറയുന്നത്. അപ്പം ആ മേയറൽ ഇലക്ഷൻ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ഈ കള്ളക്കളി എന്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യം? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ മുന്നണിയൽ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒക്കെ വന്നു കഴിഞ്ഞാൽ BJP തോക്കുന്നു. അതുകൊണ്ടല്ലേ അവരത് ചെയ്യേണ്ട ആവശ്യം. പിന്നെ ഈ CBIന്റെ ഹൈ ഹാൻഡ്നെസ് വേറെ കേസിൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ കോച്ചറിന്റെ കേസിൽ എന്താ പറഞ്ഞത്? CBI ഹൈക്കോർട്ട് ഓഫ് മഹാരാഷ്ട്ര പറഞ്ഞിരിക്കുക, ദിസ് ഈസ്, അവർ എക്സാക്ട് വേർഡ്സ് എന്താന്ന് പറഞ്ഞാൽ, അമൗണ്ടഡ് ടു അബ്യൂസ് ഓഫ് പവർ ബൈ CBI പവർ അബ്യൂസ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെയല്ല ഇവർ പോകുന്നത്, ഇവർ എന്തെല്ലാം ചെയ്യുന്നത്. അപ്പം ഞങ്ങളല്ല പറയുന്നത്, ഹൈക്കോർട്ടാണ് പറയുന്നത്. അതേപോലെ EDയും അബ്യൂസ് ഓഫ് പവറാ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അബ്യൂസ് ഓഫ് പവറാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം എന്തുകൊണ്ടാണ് നിങ്ങൾ അയക്കുന്നത്? നിങ്ങൾക്ക് പേടി, ഈ മുന്നണിയുടെ ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ 24 തോക്കും, എന്തായാലും BJP തോക്കും. ഈ ഇതില്ലേ, ഞങ്ങള് മറ്റേ ഇത് ചെയ്യുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നു, അതൊന്നും ജനങ്ങളെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ജനങ്ങളെ മുന്നിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ജനാധിപത്യം തകർന്നിരിക്കുക. ഒരു ജേർണലിസ്റ്റിന് വരെ ഒന്നും മോദിയുടെ എതിരായിട്ട് പറയാൻ പറ്റില്ല. UAP ആയിരിക്കും. ഇപ്പൊ നാളെ അജൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജൻസിന്റെ മേലെ UAP ഉണ്ടാവും. നമുക്കറിയാലോ സിദ്ദിഖപ്പന്റെ കേസ് 2 കൊല്ലം അദ്ദേഹം ജയിലിലുണ്ടായത്. ഓർമ്മിപ്പിക്കണല്ലോ. ശരി, ഞാൻ വരാം ഷമയിലേക്ക്. ശ്രീ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പറയണല്ലോ, സത്യം പറയണത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ശരി, ശ്രീ സമ്പത്ത്, ഈ കർഷക പ്രക്ഷോഭം ഈ 2019 ശേഷമാണ് കർഷകരുടെ നിന്നുള്ള ഈ ഡിസ്കണ്ടന്റ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. അതിനു മുമ്പ് ഈ ഒരു ലോങ് മാർച്ച് നടന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിലാണ്. അത് ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളുമാണ് അതിലുണ്ടായിരുന്നത്. ഈ കർഷക പ്രക്ഷോഭം ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കും എന്ന് കേന്ദ്രം അല്ലെങ്കിൽ BJP ഭരണകൂടം ഭയക്കുന്നുണ്ടോ? അജിംസെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് യൂണിയൻ ഗവൺമെൻറ് അല്ല, ഒരു സംസ്ഥാന സർക്കാരുകളുമല്ല, ഒരു സ്വയംഭരണ സ്ഥാപനങ്ങളുമല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുമല്ല, ഒരു സ്വകാര്യ സ്ഥാപനങ്ങളുമല്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഈ 3M എന്ന് ജയറാം രമേശ് പറഞ്ഞുവല്ലോ, ക്ഷമയുടെ നേതാവ്, മോദി മെയ്ഡ് മൊണോപ്പൊളീസ്, അവരൊന്നും അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഈ ഭൂമിയാണ്, ഈ കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിയിലെ കർഷകരും അവരോടൊപ്പം പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ആ അനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്നവരുമായിട്ടുള്ളവരാണ് ഇന്ത്യയിലെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്ന, അങ്ങനെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിലെ 1/3 വരുന്ന ജനങ്ങളുടെ ദൈനംദിനം അവരുടെ വരുമാന മാർഗം എന്നത് വേതനം, കൂലി, അവരുടെ ആദായം, അതിലെന്തെങ്കിലും ലാഭം, അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ 1/3 ജനങ്ങളും പണിയെടുക്കുന്നത് കൃഷിഭൂമിയിലാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഭൂമി എന്നുള്ളത് എല്ലാമാണ്. അവർക്ക് ജന്മം നൽകിയത്, വളർത്തിയത്, അവരുടെ ചോര, അവരുടെ വിയർപ്പ്, അവരുടെ ഉപ്പ്, ഇതെല്ലാം അവിടെ തന്നെയാണ്. ഈ പുറത്ത് പഠിക്കാനൊക്കെ പോയ കുട്ടികളടക്കം തിരിച്ചു വരുന്നത് തങ്ങളുടെ പഠനത്തിന് വേണ്ടി മാതാപിതാക്കൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട് വായ്പ എടുത്തടക്കം അവരുടെ ഈ കഷ്ടപ്പാടുകൾ ഇതെല്ലാം കഴിഞ്ഞ് അവർ ഗവൺമെൻറ്റിനോട് പരാതി പറയാൻ ചെല്ലുമ്പോൾ ഈ യുദ്ധമുഖത്ത് ഈ എതിരാളികളെ, ശത്രു സൈനികരെ തടയാനായും വകവരുത്താനായും എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ നമ്മൾ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം എല്ലാ പാർട്ടിക്കാരും വിളിക്കുകയും അവരെ വിളിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ അന്നം തരുന്നവരെ ഈ വിധത്തിൽ നേരിടുക എന്നുള്ളത് അത് ഏറ്റവും കൊടിയ പാപമാണ്. അത് നൊന്തുപെറ്റ അമ്മയുടെ അവരുടെ കരണത്തടിക്കുന്നതിന് സമമാണ്. അതാണ് ഇന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാനത് 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറയട്ടെ. സമീപകാലത്ത് ഇപ്പോൾ BJPക്ക് ഒരു ഭയമുള്ളത് ഈ രാഷ്ട്രീയ രംഗത്ത് അതിൻ്റെ ഒരു സാമാന്യ മര്യാദ എന്നുള്ളത് പൊതുജന മധ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ബിൽക്കിസ് ബാനു കേസിൻ്റേത് അറിയാമല്ലോ. ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഈ പറഞ്ഞത് അവർ ഏറ്റവും കൊടിയ ക്രൂരകൃത്യം ചെയ്തത്. സുപ്രീം കോടതി പോലും മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് മോസ്റ്റ് ഹീനിയസ് ക്രൈംസ് എന്നാണ്. അതിനെ മോസ്റ്റ് ഹീനിയസ് ഓഫ് ദ ക്രൈംസ്, കൊലപാതകത്തെക്കാൾ ഭീകരമായ, അത് കൂട്ടബലാത്സംഗമെല്ലാം നടത്തി അതെല്ലാം കഴിഞ്ഞ് ആ കുറ്റവാളികളെല്ലാം ഇങ്ങനെ മാലയിട്ട് സ്വീകരിച്ച് ജയിലിൽ നിന്ന് തുറന്നു വിടുക, ഒരു ഗവൺമെൻറ്റിൻ്റെ മിഷനറി തന്നെ പൂർണ്ണമായി അതിന് ഇങ്ങനെ ഈ സാഷ്ടാംഗ പ്രണാമം നടത്തുക, അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്ന് BJP കാണിച്ചു തന്നല്ലോ. നിങ്ങൾ
ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും വോട്ട് ചെയ്ത് വിജയിക്കുന്ന ആളുകളെ ഞങ്ങൾ വിലക്കെടുക്കും എന്നുള്ളതായിരുന്നു നേരത്തെ നടത്തിയിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തന്നെ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗം തന്നെ അവിടെ റിട്ടേണിംഗ് ഓഫീസറായി വരിക, റിട്ടേണിംഗ് ഓഫീസറായിട്ട് വന്ന ആൾ ഈ വോട്ടുകളിൽ കൃത്രിമം നടത്തുക. ഇവിടെ സുപ്രീം കോടതിയിൽ BJP തന്നെ പറയുകയാണ് എന്നാൽ ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താം. എങ്ങനെ മേയർ തെരഞ്ഞെടുപ്പ്, ചണ്ഡീഗഡിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 3 പേരെ ഇപ്പം തന്നെ ഞങ്ങൾ കൂറുമാറ്റി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ട് തോറ്റതായി നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ നമ്മൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ ഇല്ലീഗൽ എന്ന് മാത്രമല്ല ക്ഷമ പറഞ്ഞതല്ലേ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ്. എത്ര ലാഘവത്തോടു കൂടിയാണ് പാർലമെൻറ്റിൽ ആ ബില്ല് പാസ്സാക്കിയെടുത്തതെന്നുള്ളതിനെ പറ്റി അറിയാമോ ജെയിംസെ? ഫാം ലോസ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കൃഷിഭൂമിയെല്ലാം ഇത്തരത്തിൽ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ കൃഷിയെ ആ വിധത്തിൽ കോർപ്പറേറ്റവൽക്കരിക്കുന്നതിന് വേണ്ടി, ഇവരിൽ നിന്നെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നതിന് വേണ്ടി അതിന് നടത്തിയ ഒരു പരിശ്രമത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് വെളിയിലിരുത്തിയിട്ടാണ് വളരെ പെട്ടെന്ന് ആ വിധത്തിൽ വളരെ സുഖകരമായി പാത ഒരുക്കുകയല്ലേ അത്തരം കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധികൾ തന്നെ ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ളത് പൊതുജനങ്ങൾ ഇത് ചർച്ച ചെയ്യുകയാണ്. ഇത് NDAയുടെ അത് അവരുടെ കഴിവുകേടെന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കഴിവ് എന്നുള്ള നിലയിലല്ല. BJP വാസ്തവത്തിൽ പൊളിറ്റിക്കൽ പോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ്, ലീഗലൈസിങ് ദ കറപ്ഷൻ, ആ വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾക്കെതിരായി പറയുന്നവരെല്ലാം ഭ്രാന്തന്മാർ, ഞങ്ങൾക്കെതിരായി പ്രസംഗിക്കുന്നവരെല്ലാം വട്ടന്മാർ, ഞങ്ങളെല്ലാവരും ഇക്കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവരും നീതി യുക്തിയെല്ലാം വെച്ചു പുലർത്തുന്നവരും. അങ്ങനെ ഒരു നിലപാടിലേക്ക് BJP എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കുന്നത് ശ്രീ പ്രിന്റു, ഇവിടെ ഒരു വശത്ത് ഒരു നോമിനേറ്റഡ് മെമ്പറെ പ്രിസൈഡിംഗ് ഓഫീസർ ആക്കുമ്പോൾ അയാൾ തന്നെ പച്ചയ്ക്ക് CCTV ക്യാമറയിലായാലും നോക്കിക്കൊണ്ട് വോട്ടുകൾ അസാധുവാക്കുന്ന കാഴ്ചയും സുപ്രീം കോടതി അതിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് വിളിക്കുന്ന കാഴ്ചയും കണ്ടു. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ്. EVM മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് വരിച്ചത്. അങ്ങനെ സമരങ്ങൾ നടക്കുകയാണ്. ഡൽഹിയിൽ തന്നെ നമ്മൾ എത്രയോ സമരങ്ങൾ കണ്ടു. അപ്പോൾ ഒരു വശത്ത് അത്, മറ്റൊന്ന് ഈ കർഷക സമരം. ഈ കർഷക സമരം തുടങ്ങിയപ്പോൾ ഒരുതരം വെകിളി പിടിച്ച് പേ പിടിച്ച മാതിരിയാണ് ഭരണകൂടം അതിനോട് പെരുമാറുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു കർഷകർ സമരം ചെയ്യുമ്പോൾ അതിനു മുമ്പിൽ കൊണ്ടുവന്ന് അള്ളു വിതറുക, കോൺക്രീറ്റ് സ്ലാബുകൾ വയ്ക്കുക, അവർക്ക് നേരെ വെടിവെക്കുക, അവർക്ക് നേരെ കണ്ണീർവാദം പ്രയോഗിക്കുക, ഒരാൾ മരിച്ചു. നിങ്ങൾ അത്ര ഭയക്കുന്നുണ്ടോ കർഷക സമരത്തെ? ഇല്ല, കർഷകരുടെ അല്ലെങ്കിൽ കർഷക ജനതയ്ക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനവും സർക്കാരുമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. അപ്പൊ നേരത്തെ നമ്മുടെ ആദരണീയനായിട്ടുള്ള സമ്പത്ത് സാർ വളരെയധികം ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം അലങ്കാരികമായിട്ട് കുറെ പദപ്രയോഗങ്ങളും ഒക്കെ നടത്തിയ സമയത്ത് ഒരു കാര്യം കൂടി അദ്ദേഹം മനസ്സിലാക്കണം. നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷകരോടുള്ള കരുതൽ കൊണ്ട് താങ്ങുവില നിശ്ചയിച്ച് നെൽകൃഷി രംഗത്തേക്ക് കേരളത്തിലെ കർഷകൻ വന്ന സമയത്ത് ആ ഭൂമിയിൽ കർഷകൻ ചെയ്ത അവന്റെ സമ്പത്തിനും സ്വത്തിനും നെല്ലിനും പണം കൊടുക്കാത്തതിന്റെ പേരിൽ കർഷക ആത്മഹത്യ ചെയ്ത നാട്ടിൽ നിന്നിട്ടാണ് ഈ സമ്പത്ത് സാറ് വാതോരാതെ ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ഭയവുമില്ല കർഷക സമരത്തെ. കർഷക സമരത്തിനകത്ത് നടക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ, ആ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ മാത്രമാണ് കർഷക സമരത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. കണ്ണീർവാദം പ്രയോഗിക്കുന്നു, ഡ്രോൺ വഴിയെ കണ്ണീർവാദം ഇടുന്ന കരുതൽ കൊണ്ടാണോ? അല്ല, ഞാൻ പറഞ്ഞ പോലീസും നമുക്കറിയാം കേരളത്തിലായിക്കോട്ടെ ഈ ബാക്കിയുള്ള സ്ഥലത്തിലായിക്കോട്ടെ പോലീസ് സംവിധാനവുമായിട്ട് സുരക്ഷാ സംവിധാനവുമായിട്ട് ഒരു പറ്റം ആളുകൾ ഏറ്റുമുട്ടാൻ തയ്യാറാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടാണ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത്. അത് എല്ലാ അതൊരു അസാധാരണ സംഭവമായിട്ടൊന്നും നമ്മൾ അതിനെ ചിത്രീകരിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിക്കകത്ത് നടന്ന കാര്യങ്ങളുടെയൊക്കെ അവസ്ഥ അജിം സാറിന് അറിയാലോ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ കർഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ അവിടെ വന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ആ കോപ്രായങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അന്ന് UP ഇലക്ഷൻ ആയിരുന്നു. ഉത്തർപ്രദേശിൽ ഇലക്ഷൻ നടക്കുന്നതിനേക്കാൾ മുമ്പായിരുന്നു കർഷക സമരത്തെ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് കർഷക സമരം നടക്കുന്നു. അന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു ഉത്തർപ്രദേശ് കർഷക സമരത്തോടുകൂടി BJP നഷ്ടമാകുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ കർഷകരുള്ള സംസ്ഥാനമാണല്ലോ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ജനത ആർക്കൊപ്പമാണെന്നത് അന്ന് നിങ്ങൾ ഈ പറയുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയൊന്നും നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് എന്തുകൊണ്ടാണ് യോഗി സർക്കാർ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത്? അപ്പൊ ഈ രാജ്യത്തിലെ അടിസ്ഥാന കർഷക വിഭാഗം ഞങ്ങൾക്കൊപ്പമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർഷകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നടത്തിയിട്ടുള്ള സർക്കാരാണ് ഞങ്ങളുടേത്. ഇന്ന് ഭാരതത്തിൽ ഒരു കർഷകന് ആത്മാഭിമാനത്തോടുകൂടി തന്റെ കൃഷി ചെയ്യാനുള്ള ആത്മബോധം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അവന് വിളനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിളനാശത്തിന് ഇരട്ടി പണം ഫസൽ ബീമ യോജന കൊടുക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ. BJPയുടെ പ്രകടനപത്രയിൽ ഉണ്ടായിരുന്ന MSP നിങ്ങൾക്ക് നടപ്പാക്കിയാൽ എന്താണ്? അത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് അത്ര സ്നേഹമാണെങ്കിൽ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ സാർ ഒന്ന് മനസ്സിലാക്കണം. ഈ കേരളത്തില്
24 ലക്ഷം പേർക്ക് 22,000 രൂപ കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി അല്ല, സർക്കാർ. അതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുന്നേ. അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വാഗ്ദാനം ചെയ്താണ്, നിങ്ങൾ 2014 അധികാരത്തിൽ വന്നാണ് MSP. ആ MSP നടപ്പാക്കിയാൽ എന്താ കുഴപ്പം? നിങ്ങളുടെ വാഗ്ദാനം നടപ്പാക്കണം എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, കർഷക സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ അടിസ്ഥാനപരമായി കർഷകർ ഉന്നയിച്ച 10 ആവശ്യങ്ങളിൽ 8 ആവശ്യങ്ങളും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട് സാർ. അതിനകത്ത് അവരുമായി ബന്ധപ്പെട്ടത് ഈ നമ്മുടെ ആഗോളതലത്തിലുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട MSP-യിലാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. MSP ആണ്. അതാണ് നിങ്ങൾ നടപ്പാക്കാത്തത്. ബാക്കിയെല്ലാം നടപ്പാക്കിയിട്ട് എന്ത് കാര്യം? അല്ല, ഉണ്ടല്ലോ സാർ. ഈ MSP ഉണ്ടല്ലോ ഇപ്പോഴും ഇല്ല സാർ. അടിസ്ഥാന നോക്കൂ, ഇപ്പോ MSP-യുമായി ബന്ധപ്പെട്ടിട്ട് നോക്കൂ, ഇന്ന് കരിമ്പ് കൃഷി സാർ നോക്കൂ, UPA സർക്കാരിന്റെ സമയത്ത് കരിമ്പ് കൃഷിയുടെ താങ്ങുവില എത്രയാ? എന്തിന് നമ്മുടെ കേരളത്തിൽ നെല്ലിന്റെ വില എത്രയായിരുന്നു സാർ? കൊപ്രയുടെ വില എത്രയായിരുന്നു സാർ? നിങ്ങൾ മനസ്സിലാക്കണം, ഗോതമ്പിന് വില എത്രയായിരുന്നു സാർ? നിങ്ങൾ വാഗ്ദാനം ചെയ്ത MSP നടപ്പാക്കണമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അത് നടപ്പാക്കിയാൽ മതി. നിങ്ങൾ കോടതിയിൽ പോലും പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇലക്ഷനിൽ നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനമൊക്കെ വെറുതെയാണോ? ചില കാര്യങ്ങളിൽ കർഷകരുമായി കൃത്യമായിട്ട് രാജ്യത്തിന്റെ പോളിസിക്ക് അനുസൃതമായിട്ട് അത് പരിശോധിച്ച് നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ചർച്ചകളും അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ കർഷകരുടെ ആവശ്യങ്ങൾക്ക് എതിരല്ല എന്നുള്ള, കർഷകർ പറയുന്ന ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും എതിരല്ല. കർഷകർ ഉന്നയിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഈ കർഷക സമരം മുന്നോട്ട് 2 ആവശ്യങ്ങളാണ്. അതെന്താണ്? ഈ പറയുന്ന ഗാട്ട് പോലെയുള്ള ഇന്റർനാഷണൽ കരാറുകളിൽ നിന്ന് രാജ്യം പിന്മാറണം എന്നുള്ള വസ്തുതയുമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ ഇപ്പൊ അവർ പറയുന്നതാണ്. പിന്റു അതൊക്കെ ഇപ്പൊ കൊണ്ടുവന്നാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം MSP ആണ്. അത് നിങ്ങൾ വാഗ്ദാനം ചെയ്താണ്. നിങ്ങൾ ചെയ്യില്ല എന്ന് കോടതിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ചെയ്തു കൊടുത്താൽ ഈ പ്രശ്നം തീരുമല്ലോ. അല്ല, അത് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമെന്ന് ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ. അങ്ങനെയാണല്ലോ. നമ്മളൊരു കാര്യം കോടതിക്കകത്ത് അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ച ആളുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് പറയുന്ന സമയത്ത് സാർ അതിനെന്താ പ്രശ്നം? ഇപ്പോൾ ഈ കർഷകർ മുന്നോട്ട് പോകുന്നത് ഗാട്ട് പോലെയുള്ള ആഗോള കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറണം എന്ന് പറയുന്ന ഈ അതൊക്കെ അപ്രായോഗികം തന്നെയാണ്. പ്രിന്റു, ഒരു സംശയവുമില്ല. അത്തരം ഡിമാൻഡ്സ് അപ്രായോഗികമാണ് ഈ ഘട്ടത്തിൽ. അത് അങ്ങയുടെ വാദം ശരിയുമാണ്. ഞാൻ പറയാം, മോഹൻ വർഗീസ്, ഇവിടെ ബംഗാൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണല്ലോ. അങ്ങ് പറഞ്ഞ പോലെ ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ബംഗാളും പ്രധാനമാണ്. കാരണം ബംഗാളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു മുന്നണി എന്ന നിലയിൽ അവരുടെ പ്രോസ്പെക്ട്സിനെ തന്നെ അത് ബാധിക്കും. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബംഗാളിൽ? അജിംസ്, ഇന്ത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിന്റെ ഉരകല്ലായി മാറുന്ന പ്രധാന സംസ്ഥാനം ബംഗാളാണ്. ശക്തയായ ഒരു മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി. ആ പാർട്ടി 42 സീറ്റിലും മത്സരിക്കും എന്ന് ഭീഷണി മുഴക്കുകയാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് തന്നെ മുൻകൈയെടുത്ത ശ്രീ നിതീഷ് കുമാർ BJP പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. മറ്റൊരാൾ മമതാ ബാനർജിയാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഒരു ഓൾ ഇന്ത്യ പാർട്ടിയായി വളരണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ആസാമിലും ത്രിപുരയിലും സഹകരിക്കണം. അതുപോലെ ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം സാധിച്ച് ഒരു ദേശീയ പാർട്ടി, അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയെ പോലെ തൃണമൂൽ കോൺഗ്രസിന് ഒരു ദേശീയ പാർട്ടി പദവി എന്നതാണ് മമതാ ബാനർജിയുടെ സ്വപ്നം. പക്ഷെ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ശ്രീമതി മമതാ ബാനർജി എടുത്ത ഒരു നിലപാട് എത്രത്തോളം പ്രായോഗികതയുള്ളതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന് ഒരു നല്ല വശം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വശം കൂടി പറയാറുണ്ട്. മമതാ ബാനർജിക്കെതിരെ ദീർഘകാലമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആന്റി ഇൻകംപൻസി ഫാക്ടറുണ്ട്. അത് പ്രത്യേകിച്ചും സന്ദേശ് ഖാലി സമരവുമായി ബന്ധപ്പെട്ട് സന്ദേശ് ഖാലിയിൽ നടന്ന കിരാതമായ ഒരു തേർവാഴ്ച, തൃണമൂൽ കോൺഗ്രസിന്റെ തേർവാഴ്ച, അത് ഒരുപാട് ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയുള്ള ബാക്ക്ലാഷ് തൃണമൂൽ കോൺഗ്രസിന് നേരെ വരും. പക്ഷെ കോൺഗ്രസ് പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നു ചേർന്ന് മത്സരിച്ചാൽ ഒരുപക്ഷെ ആന്റി ഇൻകംബൻസിയുടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വേലിയേറ്റം ഒരുമിച്ചുണ്ടാകാം. ഈ 3 പാർട്ടികളെയും അഫക്റ്റഡ് ആകാം. അതുകൊണ്ട് കിഴക്കൻ ബംഗാളിൽ പലപ്പോഴും പടിഞ്ഞാറൻ ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിന്റെ കിഴക്കൻ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളെങ്കിലും ഉണ്ട്. അവർ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ കരുത്തുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പക്ഷേ സഖ്യത്തിന്റെ ആവശ്യമില്ല. അത് ആ 2 സീറ്റ് മാത്രമേ കൊടുക്കാൻ തയ്യാറാകുന്നുള്ളൂ ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷിയായ കോൺഗ്രസിന്. പക്ഷേ അത് പോരാന്നാണ് പറഞ്ഞത്. ഇടതുപക്ഷവും മമതാ ബാനർജിയുടെ ഒരു പാർട്ടിയും തമ്മിൽ ഒരിക്കലും അടുത്ത് പോകാനാവില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ എക്സിസ്റ്റൻസ് തന്നെ ആന്റി മമത റെറ്ററിക്കിലാണ് അടിസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അതും സാധ്യമല്ല. അതുകൊണ്ട് ഈ നമ്മൾ വളരെ ഭംഗിയായിട്ട് പഞ്ചാബിലെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ആ പഞ്ചാബിലെ സിറ്റുവേഷനിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 2 ചേരിയിൽ മത്സരിച്ചെങ്കിലേ പറ്റൂ.
കേരളത്തിൽ രണ്ട് UDF-ഉം LDF-ഉം രണ്ടായി മത്സരിച്ചെങ്കിലേ പറ്റൂ. അവരെല്ലാം ഒരുമിച്ചായി ഇന്ത്യ മുന്നണിയാണ്. പക്ഷേ ബംഗാളിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് നീക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും തമ്മിൽ ചില സീറ്റുകളിൽ ധാരണ ഉണ്ടായേക്കാം എന്നതിലുപരിയായി അണികളുടെ ഇടയിലേക്ക് ഈ ഐക്യം വ്യാപിക്കാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് പോലും കഴിഞ്ഞില്ല. അത് വളരെ നെഗറ്റീവായ രീതിയിലാണ് ബംഗാൾ സർക്കാർ. ശരി, എന്തായാലും ബംഗാളിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഭാവിയിൽ വളരെ നിർണായകമാണ്. അവിടെ ആരൊക്കെ തമ്മിലാകും ഒരു ധാരണ ഉണ്ടാവുക? തൃണമൂൽ വഴങ്ങുമോ? കോൺഗ്രസ് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നീങ്ങുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ എസ് സമ്പത്ത്, പ്രിന്റു, മഹാദേവ്, ഷമാ മുഹമ്മദ് ഇത്രയും സംസാരിച്ചതിന്